എവിടുന്ന വാസോട്ടം വരുന്ന തോട്ടത്തിന് വരല്ലേ? ആ തോട്ടത്തേക്ക് പോയതാ. വാഴൊക്കെ കുലച്ചിട്ടേ തൂങ്ങി നിക്ക. 2 കൊട്ട മണ്ണിടാൻ പോയതാ ഞാന്. അതെ. ആ അല്ല വാസോ, ഈ ശ്വാസം മുട്ടിക്കാണ്ട് ഇജ്ജെന്തിനാ ഈ തോട്ടത്തേക്ക് പോയത്? ഒരു പണിക്കാരെ വെച്ചോളെ എനിക്ക്. അതിനിപ്പോ ഒരു പണിക്കാരനൊന്നും വേണ്ട അബ്ദുറഹ്മാനെ. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാനുള്ളതന്നെ ഉള്ളതേ. ഞാൻ എന്നാ പോട്ടെ അബ്ദുറഹ്മാനെ. എന്നോട് വർത്താനം പറഞ്ഞ നേരെ ഒരുപാടായി. മരോട് കാണാതെ ഇറങ്ങി പോന്ന ഞാന്. എന്നാ ആയിക്കോട്ടെ വാസോ, ജൂബിക്കോ. ആരാണ് അവനിപ്പോ ബെല്ലടിക്കുന്നത്? പോയി നോക്കട്ടെ. അച്ഛങ്ങളെ കണ്ട് പോയിരുന്നു. ഞാൻ ആ തോട്ടത്തേക്ക് ഒന്ന് പോയതാ. അയ്യോ, ഞാൻ കുട്ടികളെ സ്കൂള് പറഞ്ഞയക്കണ തിരക്കിലായിരുന്നു. അതിന്റെ ഇടയിൽ നിങ്ങൾ ഇറങ്ങിപ്പോയത് ഞാൻ കണ്ടില്ല. ഞാനേ തോട്ടത്തിൽ വരെ പോയതാ. വാഴകളൊക്കെ കുഴച്ചൊക്കെ കുറച്ച് മണ്ണിട്ട് കൊടുക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പൊ നിങ്ങൾ ശ്വാസം മുട്ടിങ്ങാണ്ട് എന്തിനാ തോട്ടത്തേക്ക് പോയത്? ഏട്ടൻ അറിഞ്ഞ എന്നെ ചീത്ത പറയില്ലേ? എടി, കുടിക്കാൻ കുറച്ച് വെള്ളം തുറന്നാ. നിങ്ങൾ കേറിയിരിക്കും, ഞാൻ കുറച്ച് കഞ്ഞെടുക്കാം. എന്റെ ദേഹത്ത് ആകെ ചളിയും വേർപ്പാക്കണേ. ഇവിടെ തുടച്ചുണ്ടാക്കിയല്ലേ. ഞാൻ ഇവിടെ തിണ്ടത്തെ എവിടെ ഇരുന്നോളാം. അത് സാരില്ല, ഞാൻ ഒന്നും കൂടി തുടച്ചോളാം. നിങ്ങൾ കേറിയിരിക്കും, ഞാൻ പോരാ, കഞ്ഞെടുത്തിട്ട് വരാം. ഇതിൽ ഉപ്പിട്ടുണ്ടാ? ഉപ്പിട്ടണ അച്ഛാ, ഞാൻ കുറച്ച് കൂട്ടെടുത്തിട്ട് വരാട്ടാ. എവിടുന്ന അച്ഛങ്ങള് വേർത്തൊലിച്ച് വന്നിരിക്കണ്? ഇവിടൊക്കെ മണ്ണാണല്ലോ. എവിടെ പോയത് നിങ്ങള്? ഞാൻ തോട്ടത്തിൽ വരെ പോയതാ. വാഴകളൊക്കെ കുഴച്ചിട്ടുണ്ട്. കുറച്ച് മണ്ണിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് പോയതായിരുന്നു. നിഷ, നിഷ, ഒന്നിങ്ങോട്ട് വന്നാ. വല്യേട്ടാ എപ്പോഴാന്ന്? ഞാൻ കുറച്ചു നേരമായി. ഞാനേ കുട്ടികളുടെ ഡ്രസ്സ് അലക്കിക്കൊണ്ടിരിക്കുന്നു. ബാബ ഇത്ര കഞ്ഞി കൊടുത്താ? എനിക്കിപ്പോ കഞ്ഞിയൊന്നും വേണ്ട. ഞാൻ വീട്ടിൽ നിന്ന് ചായ അടിച്ചു വരികയാണ്. കുറച്ച് ജ്യൂസ് എടുക്കാം. അല്ല വേണ്ടടി, ഒന്നും വേണ്ട. അതെ, എന്താ 8 കുട്ടികളെ പാട്? കുഴപ്പമില്ല, സുഖാണ്. അല്ല, മണി വിളിച്ചിരുന്ന? വിളിച്ചിരുന്നു. അച്ഛാ, എന്നാ ഞാനവിടെ പോട്ടെ. എനിക്ക് തിരൂരൊന്ന് പോകാണ്ട്. കഞ്ഞും വെള്ളം വേണ്ട? ഒന്നും വേണ്ട. എന്നാ ഞാൻ പോട്ടെ. ആരപ്പത്? ബാബുവോ? എന്താ വർത്താനം? സുഖാണ്. അച്ഛന്റെ അടുത്ത് വരാവൂലേ? അച്ഛന്റെ അടുത്തൊന്ന് കേറി. എന്താ അച്ഛന്റെ വർത്താനം? കുഴപ്പമൊന്നുമില്ല, സുഖാണ്. അച്ഛൻ ഇപ്പോഴും തോട്ടത്തേക്കൊക്കെ ഇറങ്ങി പോക്കുണ്ട്. കൊത്തവും കളക്കലൊക്കെ ഉണ്ട് ഇപ്പോഴും. ഞാൻ ആ കാര്യം നിങ്ങളോട് പറയാൻ നിൽക്കാണ്. എന്തിനാ ആ പാവത്തിന് എപ്പോഴും തോട്ടത്തേക്കും പറമ്പുകൊക്കെ കൊത്തി കളിക്കാൻ പറഞ്ഞയക്കണ്? ഇപ്പോഴും ചെറുപ്പാന്നാ വിചാരം? അച്ഛൻ ഇപ്പോഴും കൊത്തി കളിക്കൊണ്ടാണ് അച്ഛന്റെ ആരോഗ്യം ഇപ്പോഴും നിലനിൽക്കണേ. ആ പഴയ കഞ്ഞിന്റെ പവറാണ്. അത് ഇജ്ജ് പറഞ്ഞാൽ ശരിയാട്ടാ. ഇപ്പത്തെ കഞ്ഞി പഴയ കഞ്ഞിന്റെ 7 അയലത്തേക്ക് എത്തൂല. എന്താ രണ്ടാളും കൂടെ ഒരു ചർച്ച? ഒന്നുമില്ല, അച്ഛന്റെ ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുന്നു. എന്താ അച്ഛന്റെ അവസ്ഥ? ഒന്നുമില്ല, പഴയ മാതിരി തന്നെ. ഒരു പുരോഗമനൊന്നുമില്ല. അതെ, കിടപ്പ് തന്നെ ആള്. ചെറിയേട്ടനോ? കേറി. എന്ത് സുഖല്ലേ? സുഖാണ്, കുഴപ്പമില്ല.
അച്ഛാ റെഡി അച്ഛാ ഉണ്ണിയാണോ? ആ അതെ ഉണ്ണിയാണ്. ചെറിയ കുട്ടികളൊന്നും പോന്നില്ലേ? ഓരാരും പോന്നിട്ടില്ല. അവിടെ അടുത്തൊരു കല്യാണം ഉണ്ട്. അപ്പൊ ഏട്ടത്തിന് കുട്ടികളും കൊണ്ടുവന്നൂടാന്നോ? അടുത്തൊരു കല്യാണം ഉണ്ട്. അപ്പൊ അതിനാ അവര് പോയതാണ്. താലി കെട്ടുന്ന മുമ്പായിട്ട് എനിക്ക് വേണ്ടി പോകണം. ഏട്ടത്തിന് കുട്ടികളെ കണ്ടിട്ട് ഒരുപാട് ദിവസം. ഉണ്ണി വിളിച്ചിരുന്നോ? ആ വിളിച്ചിരുന്നു. എന്താ? ഞാൻ അവനോട് കുറച്ച് പൈസ ചോദിച്ചിരുന്നു. അത് എന്തായിക്കണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. അതെന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ വിളിക്കുമ്പോ പറയാം. അച്ഛാ 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 അവിടെ കേട്ടോ. അച്ഛാ ഞാൻ പോവാണ്. കുട്ടികൾ ഇതൊക്കെ കൂടി ഇവിടെ അലങ്കോലാക്കിയിട്ട്. ആ എന്തൊക്കെയുണ്ട് ഏട്ടാ വിവരങ്ങള്? ആ സുഖാണ്. എന്താ നിന്റെ കുട്ടികളൊക്കെ വിശേഷം? ആ സുഖാണ്. എന്താ അച്ഛന്റെ വിശേഷം? സുഖം തന്നെയല്ലേ? മരുന്നൊക്കെ ഇപ്പൊ നേരത്തെ തന്നെ കഴിക്കണ്ട? വല്ല ബുദ്ധിമുട്ടും ഉണ്ടപ്പോ? ആ അച്ഛൻ അതുപോലെ തന്നെ, ഒരു മാറ്റവും ഇല്ല. അപ്പൊ ആദ്യത്തെ പോലെ സംസാരിക്കുമ്പോഴൊന്നും തിരിയണില്ല. നിങ്ങൾ എന്നാ വരിക? ഞാനേ 2-3 ആഴ്ച കഴിഞ്ഞിട്ട് വരാം. ഇവിടെ പണിക്കാരൊക്കെ ലീവിന് പോയതാണ്. ഇവിടെയാണ് ഇപ്പൊ നല്ല സീസണുമാണ്. ഇവിടെ ആള് വരാതെ വരാക്കാൻ പറ്റൂല. പിന്നെ ചെറിയേട്ടനെ നിങ്ങളോട് പൈസന്റെ കാര്യം പറഞ്ഞിരുന്നോ? ആ പൈസന്റെ കാര്യമൊക്കെ പറഞ്ഞിന്. ഞാൻ ഈ തിരക്കിന്റെ ഇടയിൽ അതൊക്കെ മറന്ന്. ഞാൻ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഗൂഗിൾ പേയിലുണ്ട് അയച്ചുതരാം. എന്തിനാ ഏട്ടാ 2-3 ദിവസമൊക്കെ ആക്കണത്? കയ്യിലുണ്ടെങ്കിൽ എന്നോ നാളെയൊക്കെ ആയിട്ട് അയച്ചു കൊടുത്താണ്. ചിലപ്പം ബുദ്ധിമുട്ടോണ്ടായിരിക്കും. ആ ചെയ്യ. എന്താ അവിടുന്ന് അച്ഛൻ വിളിക്കുന്നുണ്ട് അവിടുന്ന്? ആ അച്ഛൻ വിളിക്കണ്ട്. നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കിട്ടാ. അല്ല ആരപ്പത് ഉണ്ണിയേട്ടനോ? അച്ഛന്റെ അടുത്ത് വരാവൂലേ? ആടാ ഞാൻ അച്ഛൻ്റെ അടുത്ത് വരികയാണ്. എന്താ അച്ഛന്റെ വിവരം? അച്ഛൻ ആ പാടാൻ ഒരു മാറ്റവും ഇല്ല. അല്ല ഇപ്പോഴും കുണ്ടുങ്ങല ഓളെ പെരി തന്നെ? അതൊന്നും പറയണ്ട കുഞ്ഞെ. പെരപ്പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പൊ ഈ കുട്ടികളും മക്കളായിട്ട് ഓളെത്തല്ല പിന്നെ എവിടെ നമ്മൾ നിൽക്കുക? പിന്നെ ഒരു കോട്ടേഴ്സ് പോയി നിൽക്കാനുള്ളത്. അതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് എന്നെ കൊണ്ട് കഴിയൂല. അപ്പൊ പെരപ്പണി കഴിയുന്നവരെ അവിടെ നിൽക്കാനുള്ള തീരുമാനത്തിലാണ് ഞാൻ. അല്ല ഓളും കുട്ടികളൊന്നും കൊടുന്നില്ല അച്ഛനെ കാണാന്? ഓള് ഇജ് തല ചോരണ്ട എന്റെ ഉണ്ണിയെ. എനിക്കറിയാം ഇജു എന്റെ കാരണവരൊക്കെ പെണ്ണുങ്ങളാപ്പാ ഇങ്ങനെ നടന്നോളി. ആ കുട്ടന്റെ പെണ്ണുങ്ങളില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ കാര്യം കട്ടപ്പോകാന്. ഓൾ ഉണ്ടായതുകൊണ്ട് നിങ്ങളെ അച്ഛൻ കഴിച്ചില്ല. ശരി ഞാൻ പോട്ടെ. എനിക്ക് അയൽവാസിനൊരു കല്യാണം ഉണ്ട്. പൊയ്ക്കോ. നിങ്ങളെ ആ കുട്ടന്റെ പെണ്ണുണ്ടായത് കൊണ്ട് നിങ്ങൾ അമ്മ ഇല്ലാത്ത കുറവ് ഓള് കാണിക്കണില്ല. കൊരക്കുമ്പോഴേ കഫണ്ട് വരുമ്പോ തുപ്പാൻ ഓള് പാത്രം കാണിച്ചു കൊടുക്കണ്. മലും മൂത്രം ഓള് എടുക്കണ്. നിങ്ങളെ അമ്മന്റെ ഒരു കുറവ് ഓള് ഇതുവരെ അച്ഛന് കാണിക്കണില്ല. എന്താച്ചാ? ഞാനറിയാതെ കുറച്ച് മൂത്രം പോയടി ഇവിടെ. സാറില്ല മുണ്ടാണോ? ഇല്ല, മുണ്ടിലും വെടിയൊന്നും ആയിട്ടില്ല. എന്താ അച്ഛാ അത് ഇവിടെ മൂത്രയിക്കല് കുട്ടികളെ മാതിരി? അത് സാറില്ല വല്യേട്ടാ. അത് സാറില്ല വല്യേട്ടാ. ഞാൻ വൃത്തിയാക്കിക്കോളാം. നിശ എത്ര കാലായി ഇങ്ങനെയൊക്കെ? അങ്ങനൊന്നും ചിന്തിക്കേണ്ട വല്യേട്ടാ. അമ്മ ഇല്ലാത്ത കുറവ് അച്ഛനുണ്ടാവാൻ പാടില്ല. അത്ര ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. 75 സ്വയം ചന്തിയ മക്കളെ പറയാതെ പോവാ. എന്താ ചെയ്യാ? ദൈവത്തിന് പോലും എന്നെ വേണ്ടതായ മക്കളെ. ഞാൻ പറയട്ടെ. എന്റെ സൗദാമിന്റെ അടുത്തേക്ക് എന്നെ എത്രയും പെട്ടെന്ന് വിളിക്കണേ.
അച്ഛാ 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 എന്തിപ്പോ ഉണ്ടായത്? ഞാൻ രാവിലെ പറഞ്ഞാണ് വന്നു പോയതാണ്.